തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട സുപ്രധാന നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയൊരു വഴിത്തിരിവിലേക്ക് ഈ സംഭവവികാസങ്ങൾ മാറുന്നു. ഇനി അന്വേഷണം തീരാൻ വളരെ തുച്ഛമായ ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോൾ അന്വേഷണത്തിന്റെ ഗതി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. സുപ്രധാനമായ ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ പോറ്റിയെ ശബരിമലയിലേക്ക് വാതിൽ തുറന്നു കൊടുത്ത വ്യക്തി തന്ത്രിയാണ് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ, ഒരു അറസ്റ്റിലേക്ക് ഈ ചോദ്യം ചെയ്യൽ മാറുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഈ നിമിഷം ഉണ്ടാകുന്നുണ്ട്. എന്നോടൊപ്പം മാർഷൽ വി സെബാസ്റ്റ്യൻ കൂടി തിരുവനന്തപുരത്ത് നിന്നും ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ മറ്റ് വശങ്ങൾ പരിശോധിക്കാൻ ചേരുകയാണ്. മാർഷൽ, നേരത്തെ തന്ത്രിയെ മൊഴി രേഖപ്പെടുത്താൻ 2 തവണ വിളിപ്പിച്ചിരുന്നു. അന്നൊക്കെ ഈ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊടുത്തുവിടുന്നതിൽ വഴിവിട്ട ഒരു സഹായവും പോറ്റിക്ക് ചെയ്തിട്ടില്ല എന്ന മൊഴിയാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അത് വിശ്വാസയോഗ്യമല്ല എന്ന് SITക്ക് മനസ്സിലാവുകയാണോ? അങ്ങനെയെങ്കിൽ എത്രത്തോളം പ്രധാനപ്പെട്ട നിർണായക നീക്കമാണ് ഇപ്പോൾ SIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അതായത് പ്രതീക്ഷ, ഇതിൽ തന്ത്രി കൂടി അറിഞ്ഞു തന്നെയാണ് സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആയത് എന്നുള്ളൊരു കണ്ടെത്തൽ SITയുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം അവിടെ ആദ്യ റിപ്പോർട്ടിൽ തന്നെ ദേവസ്വം ബോർഡിലെ യോഗത്തിലെ മിൻസിൽ എഴുതപ്പെട്ടതിനനുസരിച്ചാണെങ്കിൽ അതിൽ തന്ത്രിയുടെ കൂടി അഭിപ്രായം മാനിച്ച് എന്നുള്ള വരിയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിൽ തന്ത്രിയും ഒരാളായി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചെമ്പുപാളി സ്വർണം പൂശണം എന്ന് പറയുന്ന കത്ത് ദേവസ്വം ബോർഡ് തയ്യാറാക്കുമ്പോൾ അതിൽ തന്ത്രിയുടെ അഭിപ്രായം കൂടി കേട്ടിട്ടുണ്ട് എന്നുള്ളതും അതിലാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ നമ്മൾ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളതും റിമാൻഡിൽ കിടക്കുന്നതുമായിട്ടുള്ള മുഴുവൻ പേരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് സ്വർണ്ണപ്പാളിയായിട്ടുള്ള ശബരിമലയിലെ ദ്വാരപാലക പാളികളും അതോടൊപ്പം തന്നെ എല്ലാം സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള കരാറിലേക്ക് കൊടുക്കുന്നു. ചെമ്പുപാളി എന്ന് എഴുതി വെച്ചു. അത് പത്മകുമാർ എന്താണോ എഴുതി വെച്ച് അതിനകത്ത് അഭിപ്രായം തേടിയിട്ടുള്ളത് തന്ത്രിയുടേതാണ്. അന്ന് തന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ചെമ്പുപാളി എന്നുള്ള പരാമർശം വന്നത് എന്നാണ്. എന്നാൽ അത്തരമൊരു കാര്യങ്ങളൊന്നും തനിക്ക് ബന്ധമില്ല എന്നും ഞാൻ അയ്യപ്പനെ സേവിക്കാൻ മാത്രമാണ് ചെയ്തത്, ഇത്തരം കാര്യങ്ങൾ എൻ്റെ അറിവിൽ വരുന്നില്ല എന്നുമുള്ള ഒരു മറുപടിയാണ് ആദ്യ 2 ഘട്ടങ്ങളിലും. ശബരിമലയുമായി ബന്ധപ്പെട്ട ദൈവിക കാര്യങ്ങളിലൊക്കെ അന്തിമമാണ് തന്ത്രിയുടെ വാക്കുകൾ. അവിടുത്തെ ദേവന്റെ ഓരോ അവിടെ കിട്ടുന്ന സംഭാവനകളായാലും ഉൾപ്പെടെ ഉരുപ്പടികളായാലും സ്വർണ്ണ ഉരുപ്പടികളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ അന്തിമമാണ് തന്ത്രിയുടെ വാക്കുകൾ. അവിടെയാണ് തന്ത്രിയുടെ റോൾ വരുന്നത്. അവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ റോള് നമുക്കറിയാം. അവിടെയൊക്കെ ഉത്തരവാദിത്വം എത്രത്തോളമുണ്ട് ഈ സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റി എന്നുള്ള അറിയാം. അപ്പോൾ തന്ത്രിയുടെ റോൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. പിന്നീട് പോറ്റിയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ, പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് ഈ തന്ത്രിയാണ് എന്ന പത്മകുമാറിന്റെ മൊഴി അടക്കമുണ്ട്. ഉദ്യോഗസ്ഥരടക്കം സമാനമായിട്ടുള്ള മൊഴികൾ നൽകിയതായും പറയപ്പെടുന്നു. അപ്പോൾ തന്ത്രിയുടെ റോൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ കേസിൽ? സ്വാഭാവികമായിട്ടും തന്ത്രിക്കുള്ള പ്രാധാന്യത്തെ കുറച്ച് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല, തന്ത്രിയുടെ അഭിപ്രായം എന്ന് രേഖപ്പെടുത്തുമ്പോൾ തന്ത്രിയുടെ അഭിപ്രായത്തിൽ അത് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അത് വേണ്ട എന്നുള്ളത് തന്നെയായിരുന്നു അഭിപ്രായം. എന്നാൽ അദ്ദേഹം അങ്ങനെ പറയുകയല്ല ചെയ്തത്. പോറ്റി എന്ന ഒരാൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആൾ ഈ വിഗ്രഹത്തിൽ ചെമ്പുപാളിയിൽ സ്വർണം പൂശാൻ താല്പര്യപ്പെടുന്നുണ്ട്, അതുമായി മുന്നോട്ട് പോകാമല്ലോ എന്നുള്ള ഒരു അഭിപ്രായം തേടുമ്പോൾ അത് അങ്ങനെ ആകട്ടെ എന്നുള്ള മറുപടിയാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു മറുപടി നൽകുന്നയാൾ ഇത്തരം ഒരു കേസിൽ ഉൾപ്പെടുന്നത് സാധാരണ രീതിയിലുള്ള അന്വേഷണ രീതിയുടെ ഭാഗമാണ്. അതനുസരിച്ചാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും. എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ നേരത്തെ പ്രജീഷ് ചോദിച്ച പോലെ തന്നെ ഒരു മറുപടി അദ്ദേഹം നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇത് ഒരിക്കൽ മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളി ചെമ്പായി മാറിയതിനു ശേഷം പിന്നീട് നടക്കുന്ന എല്ലാ അഭിപ്രായങ്ങളിലും തന്ത്രിയുടെ നിലപാടുകൂടി ചോദിച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിൽ നിന്നുള്ള രേഖകൾ വ്യക്തമാക്കുന്നത്. പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോഴും വാസുവിനെ ചോദ്യം ചെയ്യുമ്പോഴും എല്ലാം തന്നെ അവരും പറയുന്നത് തന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണെന്നുള്ള മൊഴികളുണ്ട്. അത്തരം മൊഴികൾ നിൽക്കുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി SIT തയ്യാറായിട്ടുള്ളത്. മാത്രമല്ല മാർഷൽ, തന്ത്രിയുമായിട്ടുള്ള അഗാധ ബന്ധം സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകൾ. കാരണം ആറന്മുളയിലെ തന്ത്രിയുടെ വീട്ടിൽ പതിവ് സന്ദർശനമായിരുന്നു ഈ പോറ്റി എന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തന്ത്രി പറയുന്നത് സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ്. പക്ഷേ ആ സ്പോൺസർ എന്ന നിലയിൽ ശബരിമലയിൽ എത്തിയ ആ വർഷം മുതൽ നിരന്തര ബന്ധം ഇരുവരും തമ്മിൽ പുലർത്തിയിരുന്നു എന്നതിൻ്റെ രേഖകളും തെളിവുകളും SITക്ക് മുൻപിലുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് SIT ഒരു വിശദമായ പരിശോധന നടത്തുകയും മൊഴികളിലെ വൈരുദ്ധ്യം SIT കൂടി ബോധ്യപ്പെട്ടിരിക്കണം. അങ്ങനെയായിരിക്കുമല്ലോ ഒരു നിർണായക നീക്കത്തിലേക്ക് എന്തായാലും പോയിരിക്കുക. കാരണം തന്ത്രിയെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളില്ലേ മാർഷൽ?
അതായത് ദൈവതുല്യനായ ആരായിരുന്നാലും ശരി, അന്വേഷണവുമായി നേർവഴിക്ക് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഇത് കോടതിക്ക് മുന്നിൽ SIT കൊടുത്തിട്ടുള്ള ഉറപ്പാണ്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. അതിൽ ആരാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകൾ നിന്നത്? ഏത് നേരിട്ടുള്ള ബന്ധമാണോ, അതോ ജാഗ്രത കുറവാണോ, അതല്ല ഇതറിയാമായിരുന്നിട്ടും അതിന് വഴിവെച്ച് കൊടുക്കുകയാണോ? ആ ഉത്തരവാദിത്വം നടപ്പാക്കിയില്ലേ? തന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള ദൈവതുല്യമായ ആ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചു. ഇതെല്ലാം തന്നെ ചോദിക്കപ്പെടേണ്ട ചോദ്യമാണ്. അതനുസരിച്ചുള്ള മറുപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ തൃപ്തികരമായ മറുപടിയും ലഭിക്കുന്നു.